മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്ത് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് തീരുമാനം എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ സത്യവാങ്മൂലത്തിൽ എന്താണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്? ഈ കേന്ദ്ര സഹായത്തോടൊപ്പം തന്നെ നിലവിൽ ഇപ്പോൾ ഈ വായ്പ എഴുതിത്തള്ളൽ വിഷയത്തിലും കേന്ദ്ര സംസ്ഥാന തർക്കം നിലനിൽക്കുകയാണ്. പരസ്പരം പഴിചാരുന്ന നടപടി ഇതിലും കാണാൻ സാധിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളലിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ കേന്ദ്ര തീരുമാനം മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗ ശുപാർശ അനുസരിച്ചാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ പറയുന്നു. അതായത് ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ മതി, അല്ലാതെ ഈ വായ്പ എഴുതി തള്ളേണ്ടതില്ല എന്ന കേന്ദ്ര തീരുമാനം അത് മുഖ്യമന്ത്രി കൂടി പങ്കെടുത്ത ഒരു യോഗ ശുപാർശയുടെ അനുസരിച്ചാണ് എന്ന് കേന്ദ്രം പറയുന്നു. RBI മാസ്റ്റർ ഡയറക്ഷൻ അനുസൃതമായി ആശ്വാസ നടപടികൾ സ്വീകരിക്കണമെന്ന് SLBC ശുപാർശ നൽകിയിരുന്നു. ഈ ശുപാർശ ചെയ്തത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2024 ഓഗസ്റ്റ് 19 ചേർന്ന SLBC യോഗമാണെന്നും കേന്ദ്ര ധനമന്ത്രാലയം പറയുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത SLBC യോഗത്തിന്റെ ശുപാർശ അനുസരിച്ച് തങ്ങൾ പിന്നീട് തീരുമാനമെടുക്കുകയായിരുന്നു എന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതിയിലാണ് ഈ സത്യവാങ്മൂലം വെച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ ഇനി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ശുപാർശ അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് എന്നാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇപ്പോൾ രേഖാമൂലം ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.